എത്ര കൊല്ലമായി കണ്ടിട്ട് നിങ്ങൾ? ഇതാണ് പൂക്കോട്ട് തടാകം. ഞാൻ എൻ്റെ ഗുരുകുലത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വേഗം കണ്ടുവരാം. എൻ്റെ ഗുരുകുലം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇവിടെ വന്നത്. വേഗം ഈ കാഴ്ചകൾ കണ്ടുവരും. അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. എൻ്റെ ഗുരുകുലത്തിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ആ കാഴ്ചകൾ നമുക്ക് ഓരോന്നായി കാണാം. ഞാൻ 5 വർഷം ഇവിടെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഇവിടുന്നായിരുന്നു ഞാൻ കവള സമ്പ്രദായം പഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് വേഗം വരാം. സീനറി കണ്ടാ, മല കണ്ടാ. നിങ്ങൾ പറഞ്ഞ പോലെ വഴി തെറ്റിപ്പോയോ സംശയമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചേക്കാം. അങ്ങനെ നമ്മൾ ശ്രീനാഥാശ്രമം, ഗുരുജീൻ്റെ ആശ്രമത്തിലേക്ക് പോകുവാണ്. അവിടെ ആരും ഉണ്ടാവില്ല. അവിടത്തേക്കുള്ള യാത്രയിലാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. അങ്ങനെ ശ്രീനാഥാശ്രമത്തിൻ്റെ മുന്നിൽ നമ്മളെത്തി.
ഈ വഴിയിൽ ധാരാളം ഞാൻ നടന്നു വന്ന വഴികളാണ്. ഇവിടെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഇവിടുന്ന് കളിച്ചും പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിച്ചും അരണ്യത്തോടും സംസാരിച്ച് ഒരുപാട് കാലം ഞാൻ കഴിച്ചു കൂട്ടി. ഇവിടെ വലിയ വലിയ മഹത് ഗുരുക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. പരിചയമുണ്ടോ നിങ്ങൾക്ക് അന്ന? ആരും ഇല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അന്ന പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളെത്ര കൊല്ലം ഇവിടെ എടുത്തിട്ട്? 5 കൊല്ലം. നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് പഠിച്ചു പോകുമ്പോൾ ഒന്നും ഇവിടുന്ന് വീടോ കാളയോ ഒന്നുമില്ല. ആടെ ഒരു വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുണ്ട്, എത്ര കൊല്ലമായി കണ്ടിട്ട് നിങ്ങൾ? എത്ര കൊല്ലം ഇവിടെ കളിച്ചു വളർന്നതെന്നറിയോ? പിന്നെ 5 വർഷം ഇവിടെ നിന്നുകൊണ്ട് പഠിച്ചോ? നിങ്ങൾ വന്നിട്ട്? അതെ, എനക്ക് നിങ്ങൾ വന്ന കാലത്ത് അറിയാം. എനക്ക് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗുരുനാഥൻ സമാധി ആയതിനു ശേഷം കുറച്ച് കാലേ വന്നിട്ടുള്ളൂ. ഇത് നമ്മളെ കബർദി അമ്മേൻ്റെ കഷ്ടപ്പാടായി കാണുന്ന അത്രയും. അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇതല്ല, വേറൊന്നായിരുന്നു. പിന്നീട് ഇത് ഉണ്ടാക്കിയത്. പൊളിച്ചു മാറ്റിയല്ലേ? അതെയാ. പിന്നെ ഇത് ഗുരുനാഥൻ്റെ മോനുണ്ട് ഇടാ? ഇപ്പം ഉണ്ടാ? ഇടിയുണ്ടാ? ഇതാന്ന് ഞാൻ പഠിച്ച ആശ്രമം. എൻ്റെ പേര് ക്ഷേമാനന്ദ്നാഥ്. വിഷ്ണുമായ എന്ന് പറയും. വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അത് ഇതിലായിരുന്നു ആദ്യം വഴിയുണ്ടായത്. പിന്നെ ബാ, നിങ്ങളെ പേരെന്തായിരുന്നു? വത്സല. എവിടെ വീട്? അടുത്ത് തന്നെ അല്ലേ? മുട്ടോ അല്ലേ? മുക്കോ. ഇവിടുത്തെ കൂട്ടരെ നോക്കാനായിരുന്നു മുമ്പിട്ട് ഏൽപ്പിച്ചത്. മുമ്പിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ഇത് വന്ന് നോക്കണോ ഇതാക്കണം എന്നല്ലോ എന്നെ ഏൽപ്പിച്ചിനു. ഞാൻ പിന്നെ ബാക്കോട്ട്, നമ്മൾ ഈ യാത്ര നടത്തുന്നതല്ലേ, നമുക്ക് ഇവിടെ സമയം. ബിപിൻ ദാസ് ഇവിടെ നിന്ന് സമാധി ആയത് അല്ലേ? ക്യാമറമേ മാടമ്പം പോയി. മാടമ്പ് ഇതിനിടയിലാണ് പോയത്. ഒരുപാട് കാലം ഇവിടുന്ന് ഒരിക്കൽ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എന്നാലും ഇതൊന്നുമില്ല, ഇതിലൂടെ ഒന്നും പോകാൻ കഴിയില്ല. ഊരി കുത്തി അങ്ങ് പോകല. ഇതെല്ലാം ഇപ്പം ആക്കിയതല്ലേ. മോനിപ്പിടി ഉണ്ട് അല്ലേ? എപ്പോൾ പോയേ? അതെ, എവിടെ പോയേ? അതെ, ദുബായിൽ. മക്കളും ഇന്നലെ പോയി അല്ലേ? അപ്പം അങ്ങനെ വന്നതല്ലേ? നോക്കണേ, ബൾക്കുണ്ട്. 5 കൊല്ലം ഇവിടെ തന്നെ ഞാനുണ്ടായിരുന്നു. വണ്ടിയിൽ ആളുണ്ട്. അതെ, അവര് അവിടെ നിൽക്കുന്ന. എനിക്കാര് പാഞ്ഞു വന്നതാ. ഞാൻ വഴി തെറ്റിപ്പോയി. ഇതാണ് ഗുരുനാഥന്റെ പിന്നെ സമാധി മണ്ഡപം. അവിടെ വെച്ചിട്ടുള്ള സമാധി അല്ലേ? ഇതിൻ്റെ ചോട്ടിലായിരുന്നു എൻ്റെ ഒരു കാലത്തെ ധ്യാനം. ഇവിടെ ഇരുന്നിട്ട് ധ്യാനിക്കല് എൻ്റെ മുഴുവൻ പരിപാടി. ആടെ നോക്കുമ്പോൾ ഇപ്പോൾ ഗണേശനും വന്നു. പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം വന്നിരിക്കുന്ന സ്ഥലം ഇതാണ്. ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ പോലും പേച്ചിട്ടില്ല ആടെ ഗണേശൻ വരുന്നു. നോക്കട്ടെ, ഗുരുനാഥൻ സമാധി മുമ്പോട്ട് പ്രതിഷ്ഠിച്ചത്. ഇവിടെ ശ്രീചക്ര പൂജയാണ്, ശക്തി പൂജയാണ് ചെയ്യാറ്. ക്യാമറമാൻ ബിപിൻ ദാസ്, മാടമ്പ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, അങ്ങനെയുള്ള മഹത് വ്യക്തികൾ പഠിച്ച ഗുരുകുല വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു. ഇവിടെ എന്താ ദേവി? നമുക്ക് ഓരോന്നും കണ്ടു പരിചയപ്പെടാം. രാജരാജേശ്വരിയാ ഇവിടെ ഇരിക്കുന്നത്? രാജരാജേശ്വരിയാണ്, ലളിതാംബിക. ഇവിടെയാണ് ഞാൻ പഠിച്ചു വളർന്നതും. എൻ്റെ വിദ്യാഭ്യാസ കാലമെല്ലാം ഇവിടെയായിരുന്നു ഉണ്ടായത്. ഇതാണ് എൻ്റെ ഗുരുനാഥൻ്റെ സമാധി മണ്ഡപം. സമാധി മണ്ഡപം ഇതാണ്. ഡോക്ടർ KS വിജയൻ, അനങ്കാനനാഥ പാദതീർത്ഥ എന്നാണ് ഗുരുനാഥൻ്റെ പേര്.
അവിടെയാണ് നാഗരാജാവ്. ഒരു ക്ഷേത്രപാലകനാണ്. ഇതാണ് ശ്രീനാഥ ആശ്രമം, വൈത്തിരി. ഇനി ഗുരുനാഥൻ താമസിച്ച വീട് കാണാം. താക്കോല് കയ്യിലുണ്ടായിരുന്നോ? ഓ അതെ അതന്നെ. നിങ്ങളെ നമ്പർ തരണം കേട്ടണ. നമ്മളൊക്കെ ധ്യാനിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ശിഷ്യന്മാർ വന്ന് നിൽക്കാറുണ്ടോ? ആര്? കൃഷ്ണകുമാർ ഡോക്ടറാ? ഞാനിവിടെ കുറച്ച് കാലം നിന്നിന്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ്. അവിടെയാണ് നമ്മളെ ചെറുതിലേ അവിടെ വന്നിരിക്കുന്നതല്ലേ. ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇത് തടാകം ഒന്ന് കെട്ടിയിട്ട് ഒരു തടാകം പോലെ ആക്കണമെന്ന്. ഗുരുനാഥൻ അങ്ങ് വയനാട്ടിൽ നിന്ന് തീരെ കഴിയാത്ത സമയത്താണ് ഇവിടെ വരുത്ത്. ഇവിടെ നിന്നാണ് ലാസ്റ്റ് എടുത്ത് കൊണ്ടുപോയത്. അങ്ങ് കോഴിക്കോട് PVS-ൽ. ഗുരുനാഥനുള്ള സമയത്ത് നിങ്ങൾ വരുത്തുണ്ടോ? മരിച്ചേ വന്നതല്ലേ? ആ, ഗുരുനാഥൻ മരിച്ചിട്ട് നമ്മൾ 1-2 പൂജയൊക്കെ നമ്മൾ പങ്കെടുത്തില്ലൂടാ. പിന്നെ ഗുരുനാഥൻ്റെ സമാധി ദിവസം ജൂലൈയിൽ 6-5 അങ്ങനെ വരുക. ഗുരുപൗർണമിക്ക് ആ സമയത്ത് വന്നിട്ട് പോക്കാം. ഇതാണ് ഒരു ചെറിയൊരു ലേക്കാണ്, തടാകം. ആ എന്തുണ്ട്, നിങ്ങളെല്ലാം ഉണ്ടല്ലോ ഇടാ. സുന്ദന്നെ? സുന്ദനല്ലേ? ബാ ഓടി വാ, ബാ വാ ബാ. ഇതാണ് അരയന്നം. ഇത് ഇവിടുത്തെ കുട്ടികളാണ്. മുകളിലത്തെ താക്കോൽ എടുത്തിട്ടില്ല? ഒന്നും താക്കോൽ എടുത്തിട്ടില്ല? ആ ആ ആ ഗുരുനാഥൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ വെച്ച് കവറിതമ്മ ഉണ്ടാവും. സമാധി ഇത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവില്ല വെച്ചേ. അന്ന് തന്നെ പോയി അല്ലേ? ബാ. സാധനം അങ്ങനെ ഇവിടെ പൂട്ടിയിടാറില്ല. മുമ്പിട്ടല്ലോ ഗുരുനാഥനെ പൂട്ടിയിടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും നിർത്തിയിട്ട് പോകുന്നതായിരുന്നു. ഇതിന് ആരാ ഭക്ഷണം വെള്ളം കൊടുക്കല്? ഡെയിലി വന്നിട്ട് കൊടുക്കും. 4 അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അല്ല ഒന്ന് പോയിനാ? അതെ, പട്ടി പിടിച്ചല്ലേ? ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലേ? ആ അതെ അതെ. ഇത് പണ്ടേ ഉള്ളിയാന്ന്. ഞാൻ പോട്ടെ, വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. അടുക്ക ഒരു മിനിറ്റേ. എന്നാന്ന് തിന്നാനിടയുള്ളേ ഒന്നും കൊണ്ടാ കൊടുക്കാനൊന്നും എന്നാ കൊടുക്കാൻ? അരിയാ കൊടുക്കല്? അതെയാ? അല്ല ഇവിടെ അരിയുണ്ട കയ്യിലുണ്ടാ? അപ്പം മറ്റേ ഇത് കൊടുക്കല്ല, രാത്രി കൊടുക്കല്ല? ആ ആ ആ എന്നാന്ന് ഇതാണ് നമ്മുടെ ആശ്രമത്തിലെ അരയന്നാന്ന് കേട്ടോ. അത് എന്നെ കണ്ടിട്ട് ഇങ്ങനെ കരയുന്നതാണ്. ഇത് ഇങ്ങനെയൊന്നും ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി ഗുരുനാഥൻ കഷ്ടപ്പെട്ട പോലെ ആരും കഷ്ടപ്പെട്ടിട്ടുമില്ല. അത്രയും കഷ്ടപ്പെട്ടായിരുന്നു. കബർദി അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട്. അമ്മേനെ ഇവിടെ നിർത്തിയിട്ടായിരുന്നു പോയത്.
എത്ര തവണ ഞാൻ അതിൻ്റെ മുകളിൽ ഉരുക്കുത്തി താലുണ്ടെന്ന് പറയാം. അന്നത്തെ കാലത്ത് ഇവിടെ ഒന്നുമില്ല. ചിലപ്പം കുരുന്നാൻ വന്നിട്ട് മഴക്കാലമാകുമ്പം ഒരു മരം കൊത്തിയിട്ടിട്ട് ഇങ്ങനെ പടി പോലെ ആക്കുകയോ ചെയ്യാം. അതൊന്നും നിൽക്കൊന്നുമില്ല, ഒഴിച്ചാവും, കുത്തിത്താവും. ഇതെല്ലാം ഇങ്ങനെയല്ല സിമെന്റ് ഇട്ട് ഞാൻ ഇപ്പം കാണുന്നയാ. ഓ അതെയാ, നിങ്ങൾ ജയിച്ചാ അല്ലേ? ആ, നമ്മളെല്ലാം വെച്ചാൽ വണ്ടീൻ്റെ ടയർ മൊത്തം പണിയായി. ഞാൻ കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കാറ് ഇടുന്ന അങ്ങോട്ട് നീങ്ങൂല, സ്ലിപ്പായിട്ട്. ആ, ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നതാ. കണ്ടോ, അടിപൊളി കാഴ്ചയാണ്. ഈ പ്രോഗ്രാമിനാണ് ഞാൻ വന്നത്. അതിലുള്ളൊരു സാറാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ്. അതുപോലെ മറ്റൊരു സാറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മൈ ലൈഫ് എന്ന ആയുർവേദത്തിൻ്റെ ആയുഷിൻ്റെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതീവ ശക്തിയുള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ രീതിയിലും എല്ലാവർക്കും പല രോഗങ്ങളും മാറ്റാൻ ശക്തിയുള്ള മരുന്നാണ് ആയുർവേദത്തിൻ്റെ. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം.